ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ അവസാനത്തെ പ്രഡിക്ഷൻ ലിസ്റ്റ് എത്തിയിരിക്കുകയാണ് മക്കളെ. ഫൈനൽ പ്രഡിക്ഷൻ ലിസ്റ്റ്. ഇനി അങ്ങോട്ട് കൺഫർമേഷന്റെ സമയങ്ങളാണ്. ആരൊക്കെയാണ് ഈ സീസണിൽ കൺഫേംഡ് ആയിട്ടുള്ളത്? ആരൊക്കെയാണ് ഈ സീസണിലെ മത്സരാർത്ഥികൾ? നീ ഇടുന്നതൊന്നും വരാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് മറുപടിയുമായിട്ട് ഞാൻ വരുവാണ്. കാരണം പ്രഡിക്ഷൻ ലിസ്റ്റുകൾ ഇതോടെ അവസാനിക്കുന്നു. ഇനി അങ്ങോട്ട് കൺഫർമേഷൻ ലിസ്റ്റുകളാണ്. 50%, 60%, 70% ഒക്കെ മിസ് ചെയ്യുന്നു എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നവർ തന്നെയാണ് ഈ ഫൈനൽ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉള്ളത്. ഓൾറെഡി നമ്മൾ 3 പ്രഡിക്ഷൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പേരുകളൊന്നുമല്ല, പുതിയ പേരുകളാണിത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിന്റെ ഡിസ്കഷൻസ് വരുന്നുണ്ട്. പലരും ഉണ്ട് അതിനകത്ത് നിന്ന്. അതെ, പലരും ഉണ്ട് മക്കളെ. കൺഫേം ആയവരുണ്ട്, ആവാൻ പോകുന്നവരുണ്ട്, ആവാത്തവരുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരുണ്ട്, പുതിയ താരങ്ങളുണ്ട്. എന്തായാലും നമ്മൾക്ക് കൂടുതൽ സംസാരിക്കേണ്ടത് നമ്മുടെ ഫൈനൽ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്താണെന്ന് നോക്കിയാലോ. ആരൊക്കെ ഉണ്ടെന്ന്. പണ്ട് മുതൽ സിനിമകളും സീരിയലുകളും ഒക്കെ കണ്ടു തുടങ്ങിയിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ എത്തി നിൽക്കുന്ന ആൾക്കാർ വരെയും എല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള ആൾക്കാരാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന അവസാനത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളത്. സോ തുടങ്ങാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ ആദ്യം തന്നെ എപ്പോഴത്തെയും പോലെയും പറയുന്നു, ഇത് പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ്. പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധ്യത പട്ടികയാണ്, അല്ലാതെ ഇവർ കൺഫേംഡ് ഒന്നും അല്ല. അങ്ങനെയൊന്നും കരുതരുത്. നമുക്ക് സാധ്യത പറഞ്ഞ് മുന്നോട്ട് പോവാം. ഇത് അവസാനത്തെ സാധ്യത ലിസ്റ്റ് ആണ്. ഇനി അങ്ങോട്ട് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോസും അതിന്റെ കോണ്ടന്റ്സും ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ വേറെ രീതികളായിരിക്കും. അത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കാരണം പ്രഡിക്ഷൻ ലിസ്റ്റ് എൻഡ് ആവുകയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് വേറെ വീഡിയോസ് ആണ്. അപ്പം ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്ന പേര്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവസാനം കൺഫേംഡ് എന്ന് പറയാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പേരായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ സീസണിലൊന്നും വന്നിട്ടില്ല ആള്. അവസാന നിമിഷം ആ പേര് അങ്ങ് ഔട്ടായി പോകുമായിരുന്നു നമ്മുടെ ലിസ്റ്റിൽ നിന്ന്. ഇത്തവണയും ഞാൻ ആ പേര് ഒന്നുകൂടി നമ്മുടെ പ്രഡിക്ഷനിൽ റിപ്പീറ്റ് ചെയ്യുകയാണ്. യൂട്യൂബറും കോണ്ടന്റ് ക്രിയേറ്ററും ഒക്കെ ആയിട്ടുള്ള നിങ്ങൾക്ക് വളരെ സുപരിചിതയായിട്ടുള്ള ഒരാളാണ്. പേര് ബബിത ബബി. ഇതാണ് ബബിത ബബി. നിങ്ങൾക്കറിയാവോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ച ആളാണ്. ഓക്കെ, അടുത്ത പേര് ഞാൻ പറയാൻ പോകുന്നത് പണ്ട് മുതൽ തന്നെ സിനിമകളിലും സീരിയലുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന, ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മറ്റൊരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു സീസൺ 6ന്റെ സമയത്ത് എന്തോ ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ ഇപ്പം പറയുകയാണ്. ആക്ടറായിട്ടുള്ള നമ്മുടെ ബാലാജി ശർമ്മയ്ക്കും ഞാനൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം ബാലാജി ശർമ്മ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഒപ്പീനിയൻസ് പറയാൻ കഴിവുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു മെറ്റീരിയൽ ആയിരിക്കും. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഗേ കപ്പിളിൻ്റെ പേരാണ്. വളരെയധികം ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗേ കപ്പിളാണ്. അവർ ബിഗ് ബോസ് വീട്ടിൽ വന്ന് കഴിഞ്ഞ വർഷം നമ്മുടെ ആദിലയും നൂറയൊക്കെ ഭയങ്കരമായിട്ട് അവരെ പ്രേക്ഷകർ ഏറ്റെടുത്ത പോലെ തന്നെ ഇവരെയും ഏറ്റെടുക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവർ വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇവരുടെ പേര് ഞാൻ പറയുകയാണ്. ഗേ കപ്പിളായിട്ടുള്ള സോനു ആൻഡ് നികേഷ്. ഇതാണ് സോനുവും നികേഷും. ഓക്കെ, അപ്പോൾ ഇവരും ബിഗ് ബോസിലേക്ക് വരാനൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അടുത്ത് ഞാൻ പറയാൻ പോകുന്ന പേര്, 4ാമത്തെ പേര്, നമ്മുടെ ഒരു മുൻ സീസണിലെ കണ്ടസ്റ്റന്റിന്റെ സഹോദരിയുടെ പേരാണ്. ആ ആള് മലയാളി ഹൗസിൽ ഉണ്ടായിരുന്ന ആളാണ്. ഒന്നും കൂടി ഞാൻ ആ പേര് പറയുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ സീസൺ 3ലെ ഡിംപിൾ ബാലിന്റെ സഹോദരി ചേച്ചി തിങ്കൾ ബാൽ. തിങ്കളാണോ ട്വിങ്കിൾ ആണോ കറക്റ്റ് പേര്? ട്വിങ്കിൾ ബാലാണോ തിങ്കൾ ബാലാണോ? തിങ്കളല്ലേ? ഇതാണ് തിങ്കൾ ബാൽ. പുള്ളിക്കാരിക്കും ഞാനൊരു സാധ്യത ഈ സീസണിൽ കാണുന്നുണ്ട്. പുള്ളിക്കാരി ഒരു ആക്ട്രസ് ആണ്. അടുത്ത 5ാമത്തെ പേര് ഞാൻ പറയുന്നത്, നമ്മുടെ ഏഷ്യാനെറ്റിലെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, ടീച്ചർ അമ്മ. ആ സീരിയൽ അവസാനിച്ചു. ആ സീരിയലിലെ ഒരു കഥാപാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആക്ട്രസ് ആയിട്ടുള്ള സൗമ്യ. മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട് പുള്ളിക്കാരി. നല്ല രസമല്ലേ കാണാൻ? അപ്പോൾ സൗമ്യയും ഞാനൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഈ തീർന്ന സീരിയലിലെ ലിസ്റ്റിൽ ഞാൻ ആ പേര് മറന്നുപോയ പേരായിരുന്നു, ടീച്ചർ അമ്മ. ഇപ്പം ഞാൻ കുത്തി പൊക്കിയപ്പോഴാണ് എനിക്ക് അതിൽ നിന്ന് ഇങ്ങനൊരു പേര് കൂടി സാധ്യത ഉണ്ടാകുമല്ലോ എന്ന് തോന്നിയത്. അപ്പോൾ സൗമ്യയുടെ പേര് അവിടെ ഇരുന്നോട്ടെ. ഇതൊക്കെ പ്രഡിക്ഷനാണ്. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുവാണ്. അടുത്ത 6ാമത്തെ പേര്, സത്യം പറഞ്ഞുകൊണ്ടല്ലോ, എല്ലാ പ്രഡിക്ഷനിലും കഴിഞ്ഞ വർഷം വരെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന പേരാണ്. ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ന് വരെ, പക്ഷെ പലരും ഈ പേരുകൾ പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. മിക്കവാറും ഞാൻ ഈ പേര് കാണാറുള്ളത് നമ്മുടെ രാജ് ടോക്സ്, രാജണ്ണൻ്റെ ചാനലിലാണ് കാണാറുള്ളത്.
മറ്റാരുമല്ല, ആക്ടറായിട്ടുള്ള റീൽ ക്രിയേറ്ററൊക്കെ ആയിട്ടുള്ള വിവാദ താരമായിട്ടുള്ള നമ്മുടെ സ്വന്തം ദാസേട്ടൻ കോഴിക്കോട്, ഷൺമുഖദാസ് എന്നാണ് ഫുൾ നെയിം, ഷൺമുഖദാസ്. ഞാനൊരു സാധ്യത കാണുന്നുണ്ട് ഈ സീസണിൽ പുള്ളിക്കാരൻ വരാൻ. കാരണം കഴിഞ്ഞ വർഷം വരെയും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ദാസേട്ടൻ്റെ പേര് പറയാത്ത ഒരു ലിസ്റ്റ് രാജണ്ണൻ്റെ ചാനലിൽ ഉണ്ടാവൂല എന്ന് തോന്നുന്നു. ഇപ്രാവശ്യം ഞാനൊരു സാധ്യത കാണുന്നുണ്ട് ദാസേട്ടന് കേട്ടോ. സാധ്യത മാത്രമാണ്, നമുക്ക് നോക്കാം. അടുത്ത് ഞാൻ പറയാൻ പോകുന്ന ഒരു പേര് നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ടെലിവിഷൻ ഷോകളിലൂടെ പ്രിയപ്പെട്ടവരായിട്ട് മാറിയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ ആ ഫാമിലിയിലെ ഒരു കേന്ദ്ര കഥാപാത്രമായ ആക്ട്രസും ആങ്കറും ഒക്കെ ആയിട്ടുള്ള നിത പ്രോമി. അറിയാവോ? നിത പ്രോമിയെയും ഫാമിലിയെയും നിങ്ങൾക്ക് അറിഞ്ഞൂടെന്ന് പറയരുത്. നിതയെയും പ്രോമി കുര്യാക്കോസിനെയും മക്കളെയും ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പം നിതയുടെ പേര് ഞാൻ പറയുകയാണ്, ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അടുത്ത 8ാമത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൂടെ മുസ്ലിംസിന്, അതായത് ഇസ്ലാമികപരമായി വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയും അവരുടെ ഉള്ളിലെ തെറ്റുകൾ അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമികപരമായിട്ട് മോട്ടിവേഷൻ നൽകുകയും കുറേ അറിവുകൾ മുസ്ലിംസിന് കൊടുക്കുന്നതുമായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പേരാണ് ലൈസൻസ്ഡ് ബ്ലോഗർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇൻഫോയിൽ. മറ്റാരുമല്ല, നമ്മുടെ മുബീസ് പാരഡൈസിലെ മുബീന നിജാസ്. മുബീന നിജാസിന് ഞാനൊരു സാധ്യത കാണുന്നുണ്ട് ബിഗ് ബോസിലേക്ക് വിളിക്കാൻ. നമ്മുടെ മജുസിയൊക്കെ പോലെ തന്നെ ഫുള്ള് കവർ ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കും. പക്ഷെ എന്താണ്, ഞാൻ എൻ്റെ മതത്തിൻ്റെ രീതിയിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരു പുള്ളിക്കാരിയാണ് ഈ പറയുന്ന മുബീന നിജാസ്. അടുത്ത് 9ാമത്തെ പേര് ഞാൻ പറയുന്നത് ഒരു ഇൻഫ്ലുവൻസറും ഒരു ഓണ്ടർപ്രണറും ഒക്കെ ആയിട്ടുള്ള ഒരാളുടെ പേരാണ് ഡോക്ടർ ഡ്രേക്ക് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. യഥാർത്ഥ പേര് അഖിൽ ദാസ് എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തോന്നൽ മാത്രമാണ് പറയുന്നത്. ഡോക്ടർ ഡ്രേക്ക് ഇത് തന്നെയാണോ ഫോട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ രൂഹത്തിൽ നിങ്ങളെ കാണിക്കുന്നതാണ്. ഇതാണെന്ന് തോന്നുന്നു ഡോക്ടർ ഡ്രേക്ക്. ഈ പുള്ളിക്കാരൻ്റെ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അടുത്ത പേര് ഞാൻ 10ാമത്തെ പേര് പറയുന്നത്, ഈ സീസണിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പൊളിറ്റിക്സ് ആണ് തീം. അപ്പം നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്നും രാഷ്ട്രീയ ചൊവ്വയുള്ള ആരെങ്കിലുമൊക്കെ വരുന്നത് സ്വാഭാവികമാണ് രാഷ്ട്രീയ വിവാദങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ. അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് കുറേ ചിന്തിച്ചു, ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ ആയിട്ട് നടന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു. അപ്പം മനസ്സിലോട്ട് പെട്ടെന്ന് ഓടി വന്ന പേരാണ് നമ്മുടെ ചക്കധന താമര, താമരധന ചെക്ക, അഞ്ജലി നായർ. ഓൾറെഡി നമ്മൾ മുമ്പ് പ്രഡിക്ഷനിൽ പറഞ്ഞിട്ടുള്ള പേരാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂവിൽ ശബ്ദമുയർത്തിയ ജേർണലിസ്റ്റും ആക്ട്രസും ഒക്കെ ആയിട്ടുള്ള ഒരാളുടെ പേര് ഞാൻ വെറുതെ പറയാമെന്ന് കരുതി. നമുക്ക് നോക്കാം. ഞാനൊരു സാധ്യത കാണുന്നുണ്ട്, കാരണം പൊളിറ്റിക്സ് ആണ് തീം. സോ പൊളിറ്റിക്സിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ മറ്റാരുമല്ല, ആർട്ടിസ്റ്റ് ആയിട്ടുള്ള റിനി ആൻഡ് ജോർജ്. ഇതാണോ ഫോട്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. റിനി ആൻഡ് ജോർജ്, ഈ പുള്ളിക്കാരിക്ക് ഞാനൊരു സാധ്യത കാണുന്നുണ്ട്. ജേർണലിസ്റ്റും ആക്ടറും ഒക്കെ ആണെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. അടുത്ത 11ാമത്തെ പേര് ഞാൻ പറയുന്നത് ഒരു ആക്ടർ തന്നെയാണ്. പണ്ട് മുതൽ തന്നെ ഒത്തിരി സിനിമകളിലുണ്ട്, ഇപ്പോൾ സീരിയലുകളിലും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള, എനിക്ക് തോന്നുന്നു സീസൺ 5 പ്രഡിക്ഷൻ ലിസ്റ്റ് വരെയൊക്കെ നമ്മുടെ ബിഗ് ബോസ് മല്ലു ടോക്സ് രേവതിയുടെ പ്രഡിക്ഷനിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു പേരാണ്. പിന്നെ കേട്ടിട്ടില്ല, പിന്നെ ആ പേരൊക്കെ മാഞ്ഞു പോയി, ആരുമേ പറഞ്ഞിട്ടില്ല ആ പേരൊന്നും. ഞാൻ ഒന്നുകൂടി ആ ഒരു പേര് എനിക്കൊരു സാധ്യത തോന്നുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ രാജേഷ് ഹെബ്ബാർ. പോയോ? എന്ത് പറ്റി? ഒരു കോയിൻസിഡൻസ് പോലെ ഫോട്ടോ എടുക്കട്ടെ. രാജേഷ് ഹെബ്ബാർ എനിക്ക് ഒരു സാധ്യത തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാജേഷ് ഹെബ്ബാറിൻ്റെ പേര് പറയുന്നത്. പോവല്ലേ? ഇതാണ് രാജേഷ് ഹെബ്ബാർ, അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ, ഇനി എനിക്കൊരു ട്രാൻസ്വുമൺ ഉണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിൽ നിന്നും ഒരാൾ ഇതുപോലെ പ്രഡിക്ഷനായിട്ട് എനിക്ക് പറയാനുണ്ട്. പ്രഡിക്ഷൻ ഇല്ലാതെ കുറച്ചും കൂടി കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോഴേ വന്നത് പറയേണ്ടെന്ന് കരുതി. പൊളിറ്റിക്സുമായിട്ട് അതിനകത്ത് രണ്ടിൽ ഒരാൾക്ക് ബന്ധമുണ്ട്, കാരണം പൊളിറ്റിക്സ് ആണ് ഇത്തവണത്തെ തീം. അപ്പം ഒരു ട്രാൻസ്വുമൻ്റെയും ഒരു എന്താ പറയുക റിയാക്ഷൻ ചാനലിൽ ഒരാളുടെയൊക്കെ പേരുണ്ട്. നമുക്കറിയാമെന്നുള്ളവരുടെ പേര് വന്ന് നമ്മളിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? പ്രഡിക്ഷൻ ആകുമ്പോൾ പ്രഡിക്ഷൻ ആയിരിക്കണം. നമുക്കറിയാമെന്നുള്ള പേര് ഞാൻ വന്ന് എൻ്റെ പ്രഡിക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ആ പേരുകളൊക്കെ അവിടെ തന്നെ അങ്ങനെ ഇരുന്നോട്ടെ. നമ്മളടുത്ത് പറയരുതേ എന്ന് പറഞ്ഞിട്ടുള്ള പേരുകളാണ്. അപ്പം അതായത് നമുക്ക് നേരിട്ട് അറിയാമെന്നുള്ള ആൾക്കാരാണ്. അൻസിഫെ പറയരുതേ എന്ന് പറഞ്ഞ പേരുകളൊന്നും ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഇതൊക്കെ എൻ്റെ പ്രഡിക്ഷനാണ്.
ഇതുമായിട്ടൊന്നും യാതൊരുവിധ ബന്ധവുമില്ല. അപ്പൊ ഇതിനകത്ത് ബിഗ് ബോസ് വിളിച്ചിട്ടുള്ളവര്, വിളിക്കാത്തവര്, ഓഡീഷൻ കഴിഞ്ഞവര്, ഓഡീഷൻ കഴിയാത്തവര്, ബിഗ് ബോസിന്റെ തലയിൽ പോലും ഉദിക്കാത്തവര്, തലയിൽ ഉദിച്ച് സെറ്റാക്കിയവര് എല്ലാവരും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. സോ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഓഫ് സീസൺ 8 വിരാമമായിരിക്കുകയാണ്. കുറേ പ്രഡിക്ഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്ട് ഒരു 10-40ഓളം പേരുകൾ അല്ലെങ്കിൽ ഒരു 50ഓളം പേരുകൾ നമ്മുടെ 4 പ്രഡിക്ഷൻ ലിസ്റ്റിലൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ പ്രഡിക്ഷനിൽ ഒരു 20 പേര്, രണ്ടാമത്തെ പ്രഡിക്ഷനിൽ ഒരു 10-15ഓളം പേര്, മൂന്നാമത്തെ എൻ്റെ പ്രഡിക്ഷനിൽ ഒരു 10 പേര്, സെലിബ്രിറ്റിയുടെ 10 പേരുകൾ, പിന്നെ അടുത്ത ഇപ്പോഴത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒരു 10 പേര്, അങ്ങനെ ഏതാണ്ട് ഒരു 10-50ഓളം പേരുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ളത് കൺഫർമേഷൻ ലിസ്റ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷത്തെ പോലെ കൺഫർമേഷൻ ലിസ്റ്റ് പറയില്ല. പക്ഷേ സാധ്യത കൂടിയ ലിസ്റ്റാണ് ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. സാധ്യത കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോഴും കാണുമ്പോഴും കൂട്ടിയും കിഴിച്ചും ഒക്കെ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ കൂട്ടിയും കിഴിച്ചും ബിഗ് ബോസിന്റെ ഡേറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, അഗ്നിപരീക്ഷയുടെ ഡേറ്റ് നിങ്ങൾക്ക് പറഞ്ഞത് ഏതാണ്ട് കറക്റ്റ് തന്നെ ആയിരിക്കും, വലിയ വ്യത്യാസമൊന്നും. അപ്പം അതുപോലെ കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ ലക്ഷണങ്ങൾ അതുപോലെ തന്നെ സാധ്യതകൾ ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്ന പേരുകളുമായിട്ടായിരിക്കും ഇനി ഞാൻ വരുന്നത്. സോ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഓഫ് സീസൺ 8 ഞാൻ വിരാമം ഇടുന്നു. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് വരാൻ സാധ്യത കൂടിയ ആൾക്കാരുടെ പേരുകളുമായിട്ടായിരിക്കും ഞാൻ വരുന്നത്. ബിഗ് ബോസ് അഗ്നിപരീക്ഷയ്ക്കാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് മുങ്ങിപ്പോവാതെ തന്നെ വീഡിയോസ് ഒക്കെ ഇടണം. പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ചാനലിന്റെ ബാനറിൽ. ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ് ലാലേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നൊരു പോസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് നോക്കാം. ലാലേട്ടൻ ഇങ്ങനെ ഇരിപ്പുണ്ട് അല്ലേ, എന്താണെന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയാം. അപ്പൊ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ആരൊക്കെ വരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് മസ്റ്റായിട്ട് കമന്റ് ചെയ്യാം. കുറേ പേര് കുറേ പ്രഡിക്ഷൻസ് ഒക്കെ അയച്ചു തരുന്നുണ്ട്. ഒന്നും ഇടാൻ സമയം കിട്ടുന്നില്ല മക്കളെ, അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ഇടും. ബിഗ് ബോസിൽ വരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പ്രേക്ഷകർ എന്തൊക്കെ കാര്യങ്ങൾ മാറി ചിന്തിക്കണം, PR-കളുടെ തന്ത്രങ്ങളെ മാനേജ് ചെയ്യാൻ എന്തൊക്കെ ബിഗ് ബോസ് ടീം ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള വിവിധ പോസ്റ്റുകൾ, കോണ്ടന്റ് വീഡിയോസിന്റെ പോസ്റ്റുകൾ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടും. ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ബിഗ് ബോസിൽ വരേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് മാറ്റം വരേണ്ടതെന്നുള്ളത് പോയി അതിന്റെ താഴെ കമന്റ് ചെയ്യുക. അതെല്ലാം കൂടി ചേർത്ത് വെച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. കാരണം നമ്മുടെ വീഡിയോസ് ഒക്കെ ബിഗ് ബോസ് ടീം എല്ലാവരുടെയും വീഡിയോസ് കാണാറുള്ളതാണ്. അപ്പൊ കണ്ടിട്ട് അവർക്ക് അതിനകത്ത് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളെന്ന് തോന്നുന്നതിന് അവർ മാറ്റം വരുത്തട്ടെ. നല്ലതല്ലേ, നമുക്ക് പ്രേക്ഷകർക്കും റിവ്യൂവേഴ്സിനൊക്കെ അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും വീഡിയോ ഹൈപ്പും കൂടെ ചെയ്യാം. അപ്പോ ബൈ.